രണ്ടുപേരും ഒത്തുചേർന്നിരിക്കുന്നു. എന്താണെന്നല്ലേ? കളരിപ്പയറ്റ്. എതിർത്ത് നിൽക്കുന്ന എല്ലാവരെയും നമ്മുടെ ഉണ്ണി പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. കലക്കി. എന്തൊരു പവറാലേ ഈ ഉണ്ണിയേട്ടന്, സൂപ്പർ മാൻസിനൊക്കെ പോലെ. എന്റെ സാറേ, ആ ഫൈറ്റ് അങ്ങനെ കണ്ടിരിക്കാൻ തോന്നാ. ഇവിടെ കുറച്ചു പേരൊക്കെ ഉണ്ട്. എന്താടി കോഴിപ്പപ്പേ കിടന്ന് ചെലക്കണേ? എന്ത് കോഴിപ്പപ്പോ? യു എന്തോന്ന് കൂ? ആ തിരുവായൊന്നടച്ച് മിണ്ടാതെ കാണാൻ നോക്ക്. ഓ, ഞാൻ എന്തേലും കാണന്നെയാ? ഇയാളെ വലിയ വാചകം അടിക്കാതെ പോയി ഉണ്ണിയേട്ടനെ തോൽപ്പിക്കാൻ നോക്ക്. നോ വേ. അയ്യടി മോളെ, എനിക്ക് വയ്യ എന്റെ തടിയേടാക്കാൻ. എത്ര ക്യാഷ് ജിമ്മി കൊടുത്ത് ഉണ്ടാക്കിയതാന്നറിയോ? എന്റെ ബോഡി, എന്റെ സ്കിൻ, എന്റെ ലുക്ക്. മഹി, ഉണ്ണിയേട്ടൻ നല്ല ഫൈറ്റ് ആണല്ലോ. ഇതൊക്കെ എന്ത്? ഇപ്പൊ എനർജി ഇത്തിരി കുറവാ. പണ്ട് ഉണ്ണിയേട്ടനും സീത ചേച്ചിയും പിന്നെ അർജുനേട്ടനും ഒന്നിച്ചാ കളരിപ്പയറ്റ്. അത് കണ്ടു നിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. പിന്നെ ഞങ്ങള് മൂന്നെണ്ണ മാറി നിക്കാറ്. പിന്നെ കണ്ണേട്ടൻ അന്ന് ഈ ഭാഗത്തേക്കേ കാണില്ല. കണ്ണൻ? അത് പിന്നെ അർണവേട്ടാ. വാവ്, ലുക്ക്, സീത ചേച്ചി. തൊഴുതമർന്ന് വലത്ത് വച്ച് വെട്ടി ഇടത്തു കേറി കുതിച്ചു ചാടി സിംഹത്തഞ്ചം പിടിച്ച് മറ്റാന്റെ മാറിൽ കണ്ടു നീട്ടി വലപ്പുറയെ തിരിഞ്ഞു ചാടി ഗജപട് വിലമർന്ന്. Oh God, I am addicted. I don't know. കടവുളി, I can't. ഉന്നെപ്പോലൊരു പെണ്ണെ ഞാൻ പാത്തതേ ഇല്ലടി. നീ എനക്ക് അവളോ സ്പെഷ്യൽ. സീതപ്പെണ്ണെ, നീ എന്റെ വേളിയാകുമോ? എന്റെ മനസ്സിൽ ഇങ്ങനൊരു മോഹം ഉടലെടുക്കും മുമ്പ് എനിക്കറിയണം നിന്റെ മനസ്സ്. ചേച്ചിക്കുട്ടി സൂപ്പർ. ചേച്ചി പൊളിച്ചു. പിന്നെ ഉണ്ണിയേട്ടനും സൂപ്പർ ആയിരുന്നു കേട്ടോ. എന്റെ ഉണ്ണിയേട്ടനൊന്ന് പതറിപ്പോയോണ്ട, അല്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. അല്ലേ ഉണ്ണിയേട്ടാ? വാ ഉണ്ണിയേട്ടാ, നമുക്ക് പോവാം. ഈ പെണ്ണിന്റെ ഒരു കാര്യം. സീത, കൺഗ്രാറ്റ്സ്. ഞാൻ ആദ്യമായിട്ടാ ഒരു ലേഡി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത് കാണുന്നേ. ഇതേ സമയം നമ്മുടെ അർണവ് സീതയെടുത്ത് സംസാരിക്കാൻ വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, അവൻ അവളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഒരു അങ്കിൾ അവന്റെ മുമ്പിൽ വന്നു. മോനെ, നിങ്ങളൊക്കെ പട്ടണത്തിൽ നിന്ന് വന്നതാലേ? എന്നാ മക്കളൊക്കെ പോണേ? ചേട്ടാ, ഞങ്ങൾ കുറച്ചുനാള് കഴിഞ്ഞേ പോവൂ. എന്നാ ഞാനങ്ങോട്ട്. നിക്ക് കുട്ടി, ചോദിക്കട്ടെ? ഓ, ഈ ചേട്ടന് ഇപ്പൊ എങ്ങനെയൊന്ന് പറഞ്ഞു വിടാ. ഇതെവിടെ പോയോ എന്തോ. സീത, എവിടെയാ നീ? സീത, ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ? എന്താ? വാവ്, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. സീത, ഞാനൊരു കാര്യം പറയട്ടെ? തനിക്കെന്താ? എനിക്ക് മനസ്സിലായി ഇയാള് പറയാൻ വരുന്നത്. ഉണ്ണേട്ടനെ ഞാൻ തോൽപ്പിച്ചതിനെ കുറിച്ചല്ലേ? ഓഹോ, അത്രയ്ക്കായോ? എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ചേച്ചി, അതൊന്നല്ല. ഇതൊക്കെ എന്ത്? എനിക്കിതൊക്കെ നിസ്സാരില്ലേ? എന്റെ അടുത്തൊന്നും ഈ സീതാലക്ഷ്മിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഐ ആം സ്ട്രോങ്, ടു സ്ട്രോങ്.
உன் கோபம் அதுவும் எனக்கு ரொம்ப பிடிச்சிருக்கு சீதா. എടോ തന്നെ ഞാൻ സീത, എനിക്ക് തന്നെ മത്സരിപ്പിച്ച് തോൽപ്പിക്കാനല്ലടോ, സ്നേഹിച്ച് തോൽപ്പിക്കാനാ ഇഷ്ടം. അപ്പോ സീത മാഡം, ഞാൻ പോവാട്ടോ. സീത പെണ്ണേ, എന്താ ഉണ്ണിയേട്ടാ? നീ ഇതെവിടെയാ? എന്താ ഈ ആലോചിക്കണേ? ഉണ്ണിയേട്ടന് ഓർമ്മയില്ലേ, പണ്ട് ക്ഷേത്രത്തിൽ വെച്ച് ഉണ്ണിയേട്ടനും അർജുനേട്ടനും അമ്മും മഹിയും ഞാനും പിന്നെ അതൊക്കെ ഞാൻ എങ്ങനെ മറക്കാനാ സീത? എന്നാ അതെല്ലാം ഇന്നൊരു ഓർമ്മ മാത്രമായി മാറിയില്ലേ? അർജുൻ, കണ്ണൻ, അവർ രണ്ടുപേരുമില്ല. ഈ ഉണ്ണിയെ ഒറ്റയ്ക്കാക്കി അവർ രണ്ടാളും പോയി. ഒരു മനസ്സായി നടന്നതല്ലേ ഞങ്ങള്? ഓരോന്ന് ഓർക്കുമ്പോ ചങ്കില് കുത്തി വലിക്കുന്ന പോലെ തോന്നാതിരിക്കെ. ഉണ്ണിയേട്ടാ, ഞങ്ങളൊക്കെ ഇല്ലേ? സീതപ്പെണ്ണെ, നീ കാണൂ എന്റെ കൂടെ? കാണും. ഞാൻ ഉണ്ണിയേട്ടന്റെ കുഞ്ഞു പെങ്ങളല്ലേ. ഉണ്ണിയേട്ടന്റെ ഒപ്പം അന്നും ഇന്നും ഞാനില്ലേ കൂടെ? സീതപ്പെണ്ണെ, എനിക്കുള്ള ഉത്തരം കിട്ടി. കുഞ്ഞു പെങ്ങൾ, അത് മതി. മഹാദേവ, നന്ദിയുണ്ട്. അവളുടെ മുന്നിൽ പോയി എന്റെ വേളിയാവുമോ സീത എന്ന് ചോദിച്ചെങ്കിൽ ആ പാവം ഞാൻ കാരണം കൂടി വേദനിച്ചാനേ. Johnny, let's go. How long have you been sitting here? You guys go away. Go. I'm not coming. Not coming anywhere. Jenny, നീ എന്തിനാ അതിനെ അവളോട് ചൂടാവുന്നേ? ഞാൻ ആംഗ്രി ആയി നിനക്കൊക്കെ എന്താടി? ഹർണു, my heart, my everything. എത്ര ഡേയ്സ് ആയെന്നറിയോ അവനെ ഞാനൊന്ന് കണ്ടിട്ട്? അതിന് നീ ഡ്രങ്ക് ചെയ്താ? Can you see him? Oh, damn it. അതിന് നീ ഇവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കിയിട്ട് നോ യൂസ്. അർണവിന്റെ ഏതെങ്കിലും നാട്ടുമ്പുറത്തുകാരി വളച്ചു കാണും. ആ നീരജിനെ പട്ടിക്കാട്ടുകാരി മഹാലക്ഷ്മി വളച്ചെടുത്തതുപോലെ. നോ, ഹി ഈസ് മൈൻ, മൈൻ, ഓൺലി മൈൻ. ജെനിയാണോ വിളിക്കുന്നേ? ഹലോ ജെനി. അർണു ബേബി, നീ എന്നാ വരിക? ജെനി, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നീ കുടിച്ചിട്ടുണ്ടോ? കുറച്ച്. ബേബി, നീ എന്നാ വരിക? ഒന്ന് പറ. ജെനി, ഐ ആം ബിസി. കോൾ യു ലേറ്റർ. അർണു, നോ, പ്ലീസ്, പ്ലീസ് ഡോണ്ട് കട്ട് ദ കോൾ. അർണവ് കോള് കട്ടാക്കുന്നു. എന്നാൽ ശരിക്കും ആ കോള് കട്ടായിരുന്നില്ല കേട്ടോ. അർണവ്, ഡാ, നീ വരുന്നുണ്ടോ? എങ്ങോട്ടാ? അമ്പലം വരെ. എല്ലാവരും പോകുന്നുണ്ട്. ഇന്ന് അവിടെയാ ഫുഡ്. എന്തോ അന്നദാനം സംതിങ് അങ്ങനെയാ പറഞ്ഞേ. ആണോ? അപ്പൊ അവിടെ സീത ഉണ്ടാവോ? ഉണ്ട്, വാ. ഓ സീത, ഐ ആം കമ്മിങ്. സീത?
മഴ പെയ്ത് കിടക്കുന്ന സ്ഥല വഴിക്ക് വീഴുന്നീ. ശീതമ്മേ, അച്ഛമ്മക്ക് വിശക്കുന്നു. അയ്യോ, എന്റെ കുഞ്ഞിന് വിശക്കുന്നുണ്ടോ? ഇപ്പൊ ചോറ് തരാട്ടോ, ഇവര് കഴിച്ചെഴുന്നേൽക്കട്ടെ. എന്നാ ഞാനേ അർണവങ്ങളുടെ കൂടെ കളിച്ചാൻ പോവാട്ടോ. അർണവങ്കിളെ, അച്ഛമ്മക്ക് മടുത്തു. മോന്റെ കൂടെ കളിക്കാൻ ആരുമില്ല. അങ്കിള് വരോ കളിക്കാൻ? ഓ അങ്ങനെയാണോ? എന്നറിഞ്ഞവങ്ങൾ ഒരു പുതിയ ഗെയിം പറയാം. ഞാൻ പറയുന്നത് അച്ചുമോൾ സീതമ്മയോട് ചെന്ന് പറയണം. ഓക്കെ? അത് നല്ലതാ, ഞാൻ ഇപ്പൊ പോയി പറയാം. സീതമ്മേ, സീതമ്മക്ക് സുഖല്ലേ? അതേലോ അച്ചുട്ടാ. സീതമ്മ നല്ല സുന്ദരിയാ. ഈ സാരി സീതമ്മക്ക് നല്ലതാ. ആണോ? എന്റെ അച്ചുട്ടി എന്നെക്കാൾ സുന്ദരിയാട്ടോ. ഈ കുട്ടിക്ക് ഇതെന്താ? ഞാനെന്നാ ഊട്ടുപുരയിലേക്ക് പോട്ടെ. സീതമ്മേ, ഐ ലവ് യു. അയ്യോ, ഒന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ. അണ്ണവെങ്കിലേ, അച്ചുട്ടി മറന്നു അത്. ഓ ഗോഡ്, കടവുളെ, പെട്ടു. അച്ചുമോളെ, നീ എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിക്കൂ. പെണ്ണിന് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. എന്നെ നിനക്കറിയാലോ. അച്ചൂസേ, നമ്മള് പെട്ടല്ലേ? സീതമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. പെട്ടു. ദാ, എല്ലാവരും പായസം എടുത്തോ. പൂച്ചി തന്നതാ. കുറച്ചു സമയത്തിന് ശേഷം ഇല്ലത്തുള്ള എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ്. നീരജാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. പായസം എനിക്ക് വേണ്ട മഹി. അത് ഞാൻ തരണതല്ലേ. നല്ല പായസ. അയ്യോ, എന്റെ പായസം. ഓ കുരിപ്പ്, അതും തീർത്തു. നിന്റെതെവിടാടി? അത് ഞാൻ കുടിച്ചായിരുന്നു. പിന്നെതാ ഇതും കുടിച്ചു. എരിച്ചാന് വേണ്ടാതെ വെച്ചതല്ലേ. പിന്നെ എന്തിനാ വെറുതെ തണുപ്പിച്ച് അതിന്റെ ടേസ്റ്റ് അങ്ങ് പോകും. അതുകൊണ്ട് ഞാനങ്ങ് കുടിച്ചു. എന്റെ കർത്താവേ, ഇങ്ങനൊരു മുതല്. നിന്നെയൊക്കെ കെട്ടുന്നവന്റെ കാര്യം കട്ടപ്പുകയാ മോളെ. ഏതാണാവോ ആ അധഭാഗ്യവാൻ, പാവം. ഓ, അത് നിങ്ങൾ തന്നെയാ. എന്തോന്ന്? ഓ, ഒന്നുമില്ലെന്നേ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഇന്നില്ലത്തെ വകയാണല്ലേ അന്നദാനം. എന്തായാലും നന്നായി. നാരായണ, അതിനിപ്പോ എന്താ? അന്നദാനം മഹാദാനം എന്നല്ലേ? ഓ, കൊള്ളാം. അതെന്തായാലും നന്നായി. ചില പാപങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴുകിക്കളയുന്നതാ നല്ലത്. നിർത്ത. എന്താ ഇത്? എന്തും വിളിച്ച് പറയാനായോ നാരായണ? എന്തും വിളിച്ചു പറയാം. ഈ നിക്കണ നിങ്ങളുടെ ഈ സീതാലക്ഷ്മിക്ക് വേണ്ടിയല്ലേ ആ പാവം പയ്യന് ഈ ഭൂമിയിൽ തന്നെ തുടച്ചു നീക്കിയത്. സത്യം പറയുമ്പോ എന്തൊരു ദുഃഖ. ഒന്നില്ലെങ്കിലും ഈ നിക്കണ ഉണ്ണിയുടെ പ്രായല്ലേ അതിനും. മോനെ പോലൊക്കെയാണെന്നാ പറച്ചില്. എന്നിട്ടിപ്പൊ എന്തായി? ഇഞ്ചിഞ്ചായി കൊന്നു കളഞ്ഞില്ലേ ആ പാവത്തിനെ. നിർത്ത. എന്റെ കുഞ്ഞാവൻ. ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. ഞാനാവൻ ആദ്യമായിട്ട്. ഞാൻ കയ്യിൽ ഏറ്റുവാങ്ങിയ എന്റെ മോനാവൻ. അവനെ ഇല്ലാതാക്കാൻ എനിക്കും എന്റെ ആദ്യേട്ടനോ പറ്റില്ല. സാവിത്രി, ഇയാളിതൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഗ്രാമത്തിലുള്ളവർക്കറിയാം എല്ലാം. എനിക്ക് മതിയായി. ആര് മനസ്സിലാക്കുന്ന? എല്ലാം കാരണം എനിക്കാ. എല്ലാരെയും നഷ്ടായത്. അവന് നഷ്ടായപ്പോ എനിക്ക് നഷ്ടായത് ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെയാ. എന്റെ ദേവരെ, എനിക്കിതൊന്നും
കാണാനും കേൾക്കാനും വയ്യ. ചങ്ക് പൊട്ട എന്റെ. സീത, ഇതാണ് പ്രതികരിക്കേണ്ട ശരിയായ ടൈം. നിന്റെ അമ്മയ്ക്ക് വേണ്ടി. ആ അമ്മയുടെ വാക്കിലും കണ്ണീരിലുമുണ്ട് സീത സത്യം എന്താണെന്ന്. ഇനിയും താനത് കാണാതെ പോകരുത്. നിങ്ങളുടെ വാക്ക് വിഷമാണ്. അതിന് മറ്റുള്ളവരെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള ശക്തിയുണ്ട്. വിഷസർപ്പം പോലെ വിഷം ചീറ്റുന്ന നിങ്ങളുടെ ഈ നാക്കുണ്ടല്ലോ, അത് പിഴുതെടുക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഞാൻ മുതിർന്നവരെ ബഹുമാനിക്കുന്നുകൊണ്ടാ. ഇനിയും ഇത് ആവർത്തിച്ച സീത അതങ്ങ് മറക്കും. ചേച്ചി. മഹി, നോ. സീത പോട്ടെ. ഇതാണ് നല്ല സമയം അമ്മയ്ക്കും മകൾക്കും എല്ലാം പറഞ്ഞു തീർക്കാൻ. അതെ, മോൻ പറഞ്ഞത് ശരിയാ. അവരുടെ മനസ്സിലെ വിഷമങ്ങൾ പറഞ്ഞും കരഞ്ഞും തീർക്കട്ടെ രണ്ടുപേരും. ഞാനിത് വന്ന ദിവസം മുതൽ കേൾക്കുന്നതാ. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? ഇവിടെ നടക്കുന്നതോ, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ഉള്ളിൽ കളങ്കമില്ലാത്ത ഒരു പാവം പയ്യൻ എന്നേക്കുമായി ഇവിടം വിട്ടുപോയി. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു വിളിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതെ, അവൻ അത്രയ്ക്ക് പാവമായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. രാമൻ നായർക്കും ശാരദയ്ക്കും ആറ്റുനൂറ്റുണ്ടായ മകനാ അവൻ. വർഷങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ഒടുവിൽ കാത്തിരുന്ന് കിട്ടിയ പൊന്നുമകൻ. സത്യത്തിൽ അവൻ ഞങ്ങൾക്ക് അന്യനല്ല. കാരണം ധാത്രിയില്ലത്ത അതെന്റെ ജനനം. എന്റെ സാവിത്രിയുടെ കയ്യിലേക്കാ അവനെ പെറ്റിട്ടത്. എന്റെ നാരായണ, രാധേച്ചി ഇങ്ങനെ കരയല്ലേ. എന്റെ ദേവരെ, എനിക്ക് പറ്റണില്ല. കള്ളക്കണ്ണ, നീ ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി മുതൽ നീ ഞങ്ങളുടെ കണ്ണനാ, ഞങ്ങളുടെ സ്വന്തം കുഞ്ഞിക്കണ്ണൻ. തമ്പുരാൻ ഇവിടെ നിൽക്കാണോ? തിരക്കില്ലാച്ചാ നമ്മോടൊപ്പം വരാ. നടന്നോളാ, ഞാനിപ്പോ വരാം. ഉണ്ണിയേട്ടാ, പിന്നെന്തായിന്ന് ചോദിച്ചാ അവൻ വളർന്നു, ഞങ്ങളിൽ ഒരാളായി. ഇല്ലത്ത് ജനിച്ചത് കൊണ്ടാവാം അവൻ അന്യനായി കാണാൻ ആരും തയ്യാറായിരുന്നില്ല. സാവിത്രി അപ്പച്ചിയാ അവന് കണ്ണനെന്ന് പേര് വെച്ചത്. ഒരു സാധുവായിരുന്നു, പാവം. ഞങ്ങളെ കാണിക്കുന്ന പല കുരുത്തക്കേടിനും വഴക്കു വാങ്ങാൻ അവനും കാണുമായിരുന്നു. എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞാൻ, അർജുൻ, കണ്ണൻ, അമ്മു, സീത, പിന്നെ മഹി. ഞങ്ങളെപ്പോലെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂന്ന് അഹങ്കരിച്ച നാളുകളായിരുന്നു അതൊക്കെ. തനന്താനെ തന്താനെ ആരു ആരാരിരാരു ഏതാനെ തനന്താനെ തന്താനെ ആരു ആരാരിരാരു. അപ്പോ സീത ചേച്ചി സ്നേഹിച്ചത്
അവര് തമ്മില് ചെറുപ്പം മുതൽ വല്ലാത്തൊരു അടുപ്പായിരുന്നു. സീത അവനെ കാളിന്ന് കളിയാക്കി വിളിക്കുന്നതും അവൻ അവളെ ലച്ചുന്ന് വിളിക്കുന്നതൊക്കെ കേൾക്കാൻ എന്ത് രസമായിരുന്നു എന്നറിയോ. അവർക്കിടയിൽ എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ലായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞ സീതയായിരുന്നു അവന്റെ ധൈര്യം. അവളുണ്ടെങ്കിൽ അവന് പാട്ടുപോലും പാടാൻ പറ്റൂ. കണ്ണേട്ടാ പാടി കണ്ണേട്ടാ, ശീതപ്പടിയെ നോക്കി പാടി കണ്ണേട്ടാ. എന്നിൽ വന്നു കണ്ണു പൊത്താം, കണ്ടുവെന്ന് കള്ളം ചൊല്ലാം. കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം. ഓണവില്ലും കൈകളിലേന്തി ഊഞ്ഞാലാടാം. പേരി നീർത്തുന്ന കോലമയിലായി മുകിലോടുന്ന മെട്ടിലൊളിക്കാം. സ്വർണ്ണമീനായി നീന്തി തുടിക്കാം. വഞ്ചിപ്പാട്ടിന്റെ പിന്നിലേറാം. അതിനുശേഷം അവന് പാട്ടുപാടുന്നതിന് സീതയെ കാണായിരുന്നു. സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ അവൾ വന്ന് നന്നായി പാടാൻ പറഞ്ഞാലേ അവന് പാടാൻ പറ്റൂ. അങ്ങനൊരു ഉത്സവ ദിവസം. ഡാ കണ്ണ, അടുത്തത് നീയാ. വേഗം വേണം, എന്നിട്ട് വേണം എനിക്ക് ഉത്സവപ്പറമ്പിലൊക്കെ ഒന്ന് പോവാൻ. നല്ല കാര്യായി. സീത വരാതെ ഇവൻ പാടുവോ? ഡാ കണ്ണ, നിനക്കിത് നിർത്താറായില്ലേ? അവള് വന്ന് പച്ചക്കൊടി കാട്ടിയാലേ അവന് പാടാൻ പറ്റൂ. ഇങ്ങനെ ഉണ്ടാവും ഒരു കൂട്ടുകാര്. ഞങ്ങളും നിന്റെ കൂട്ടുകാരൊക്കെ തന്നെയാ. അതുകൊണ്ട് പൊന്നുമോൻ ഇന്ന് ഞങ്ങളെ കണ്ടിട്ട് അങ്ങ് പാടിയാ മതി. എന്തിനാടാ, പാവണ്ട്. അല്ല മോനെ, ഇവനെ വേഗം പാടിച്ചിട്ട് നിനക്കെന്തിനാ? ഏയ്, എനിക്കെന്ത്, വെറുതെ ഉത്സവപ്പറമ്പൊക്കെ ഒന്ന് കാണാലോ, അല്ലാതെ എന്തിനാ? ഡാ അർജുനെ, നീ എന്റെ അമ്മൂനെയാ കെട്ടാൻ പോണേന്ന് മറക്കണ്ടാട്ടോ. കണ്ണാ, നിന്റെ പാട്ടാ അടുത്തത്. ലച്ചു, ഭരതനാട്യത്തിന് വേഷം മാറാൻ നേരായി. ഇപ്പൊ നീ പോയാ അച്ഛമ്മ കൊല്ലും നമ്മളെ. ഞാനിപ്പോ വരാമമ്മു, നീ ഇവിടത്തെ കാര്യം ഒന്ന് നോക്ക്. നീ എവിടെയാന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. എന്നാ നീ ഒരു കാര്യം ചെയ്, എന്റെ സൈക്കിൾ എടുത്ത് പോയിക്കോ. കണ്ണേട്ടാ! വന്നടാ, സീത വന്നു. അർജുനെ, കർട്ടൻ പൊക്കടാ. ഉണ്ണി, ഇങ്ങോട്ട് വരാ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ബാക്കി ഞാൻ ഒഴിവ് പോലെ പറയാം. മോളെ, അമ്മയുടെ പൊന്നു മോളെ, ഒന്നൂടെ വിളിക്കും. ആ വിളി കേൾക്കാൻ എത്ര നാളായിന്നറിയോ ഈ അമ്മ കാത്തിരിക്കുന്നത്. അമ്മ, അമ്മ, എന്നോട് അമ്മയുടെ പൊന്നു മോൾക്ക് ദേഷ്യാണോ? ഈ അമ്മ ഒന്നും ചെയ്തിട്ടില്ലടാ, അറിഞ്ഞിരുന്നില്ല അമ്മ ഒന്നും. എന്റെ മോളെന്നോട് ക്ഷമിക്കില്ലേ? അമ്മ, അമ്മ എന്നോട് ക്ഷമ ചോദിക്കണേ. ഞാൻ എന്റെ അമ്മയെ ഞാൻ വേദനിപ്പിച്ച് ഭാവിയായ മോളാ ഞാൻ.
തെറ്റായിരുന്നു മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല അമ്മേ. മഹാഭാവിയാ ഞാൻ, എന്നോട് ക്ഷമിക്കമ്മേ. അല്ല മോനെ, എന്റെ മോളുടെ സ്ഥാനത്ത് ഈ അമ്മയായാലും അങ്ങനെ തന്നെ ചെയ്യും. എന്റെ മോളാണ്. എത്ര വൈകിയായാലും എന്റെ കുട്ടി എന്നെ മനസ്സിലാക്കിയില്ല. എനിക്കത് മതി. എന്റെ കുട്ടീനെ വിഷമിക്കരുത്. അമ്മയുടെ കൂടെ. പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പോവേ. മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ. പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചായം ചില്ലിൻ വാതിലിലെത്തി മുട്ടിയില്ല. ലച്ചു, ഇല്ലത്തമ്മ എന്താ ഇത്ര രാവിലെ ഇങ്ങോട്ടൊക്കെ? എന്താ മോളെ ലച്ചു, എനിക്ക് ഇങ്ങോട്ട് വരാൻ നേരവും കാലം ഉണ്ടോ? എല്ലാവരും ഇവിടെ, ഒച്ചനക്കൊന്നില്ലല്ലോ ആരുടെയും. അമ്മയും അച്ഛനും അമ്മാമ്മയുടെ കൂടെ തറവാട്ട് ക്ഷേത്രത്തിലേക്ക് പോയി. ബാക്കിയുള്ളവരാരും എഴുന്നേറ്റിട്ടില്ല. അമ്മു, നീ എന്താ വന്നത്? അതിന്ന് മലയാള മാസം 1-ാം തീയതിയല്ലേ. അക്കരക്കുന്നില് ഇന്ന് വിളക്ക് തെളിയിക്കണ്ടേ. എനിക്കാണേൽ അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ പട്ടണത്തിലേക്ക് പോണം. ഇന്ന് രാവിലെയാ പ്രസിഡന്റ് പറഞ്ഞേ. നമ്മുടെ സ്കൂളിന്റെ കാര്യത്തിനാ, ഒഴിവാക്കാനും പറ്റില്ല. അതിനിപ്പ എന്താ, നീ പോയിക്കോ, ഞാൻ പോയിക്കോളാം അക്കരക്കുന്നില്. ആരില്ലാതെ നീ ഒറ്റയ്ക്ക് എങ്ങനാ? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാമു. ഞാൻ തനിച്ചു പോവാത്ത ഇടമാണോ അത്? അതെ, ഇയാളിങ് വന്നേ. എന്താ? അർണവ്, താൻ ഇവളോടൊപ്പം ഒന്ന് പോണം. കാട്ടിലൊരമ്പല, മഴയായോണ്ട് മലവെള്ളമൊക്കെ ഉണ്ടാവും. എനിക്കെന്തോ ഇവൾ ഒറ്റയ്ക്ക് വിടാൻ. അതിനെന്താ അമ്മു, ഞാൻ പോയിക്കോളാം സിവയുടെ കൂടെ. ശ്രദ്ധിക്കണം രണ്ടാളും. എന്നാ ഞാൻ പോവാ. സീത, എന്തു വഴിയാ ഇത്? കണ്ടിട്ട് പേടി തോന്നാ. എന്നാ ഇയാളൊരു കാര്യം ചെയ്, തിരിച്ചു പോയിക്കോ. ഓ ഗോഡ്, മിണ്ടാതിരിക്കാം, ഇല്ലെങ്കിൽ ഇവൾ എന്നെ തിരിച്ചയക്കും. സീത, വാവ്, എന്തു ഭംഗിയാ ഇവിടെയൊക്കെ കാണാൻ. ഇതാണ് കാടിന്റെ സൗന്ദര്യം. ഇങ്ങനൊരു സ്ഥലം ഇവിടെ കാണുന്ന താൻ കരുതിയോ? നോ വേ സീത. സീത, ഇതെന്താ ഇവിടെ ഒരു അമ്പലം? അത് പണ്ട് മുതുമുത്തശ്ശന്മാരുടെ കാലത്ത് ധാത്രി ഇല്ലത്തുണ്ടായിരുന്ന മുതുമുത്തശ്ശൻ ഇവിടെ വന്ന് തപസ്സിരുന്നത്രേ. ഗ്രാമത്തിന്റെ ദാരിദ്ര്യം മാറാനായിരുന്നു കേട്ടുകേൾവി. അങ്ങനെ മുത്തശ്ശന്റെ തപസ്സിൽ സംതൃപ്തരായ തേവർ പ്രത്യക്ഷപ്പെട്ടു. മുത്തശ്ശനെ തേവർ എന്നും കാണാനും പൂജിക്കാനുമായി തേവർ ഇവിടെ കുടികൊള്ളാമെന്നും പറഞ്ഞത്രേ. മാത്രമല്ല, ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ അത് നടക്കുമെന്നാ ശാസ്ത്രം. ഭഗവാനെ, എന്റെ സീതയെ എനിക്ക് തന്നെ തരണേ. ഇനി എത്രയൊക്കെ ജന്മങ്ങളുണ്ടോ ആ ജന്മത്തിലെല്ലാം എന്റെ പാതിയായി സീത എന്നോടൊപ്പം കാണണേ. എന്റെ തേവരെ കാക്കണേ. മറ്റുള്ളവരുടെ ഇഷ്ടവും ആഗ്രഹവുമെല്ലാം നടത്തി കൊടുക്കണേ. എല്ലാവർക്കും നന്മ മാത്രം വരുത്തണേ. മനസ്സറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ പുറത്തേക്കണേ. ഡോ, താനിതെന്താ ചെയ്യണേ? താൻ കാണുന്നില്ലേ സീത, ഞാൻ പിക്സ് എടുക്കുന്നത്? ഓ, ഇയാളെ ഞാൻ. വേഗം നടക്കാൻ നോക്ക്. നേരത്തും കാലത്തും ഇല്ലത്തെത്തേണ്ടതാ. പിന്നെ ഓരോ കാട്ടിലും മേട്ടിലും കേറി ഓരോന്ന് വരുത്തി വെച്ചാലുണ്ടല്ലോ, എന്നത്തെയും പോലെ ഞാൻ രക്ഷിക്കാൻ വരില്ല. കണ്ടബടി
തനിക്ക് എന്ത് വന്നാലും ഞാൻ കൂടെ കാണും, അതുപോലെ എനിക്ക് എന്ത് വന്നാലും താനും കൂടെ കാണും. താനിവിടെ ഒരു മട്ടു പറഞ്ഞു നിന്നു. നല്ല മഴ വരുന്നുണ്ട്, ഞാൻ പോവാ. താൻ ഈ കാട്ടില് വഴി അറിയാതെ പെട്ടുപോണ്ടെങ്കിൽ വേഗം നടന്നോ. അല്ല പിന്നെ ഓ ഗോഡ്, ഇത്ര നേരം കണ്ട ആളെ അല്ലല്ലോ. ഞാൻ നന്നായി കഷ്ടപ്പെടേണ്ടി വരും ഇവളെ ഒന്ന് വളച്ചെടുക്കാൻ. ദേ, താൻ വരുന്നോ? ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇവിടെ തനിച്ചാക്കി പോവും. ഓഹോ, അത്രയ്ക്കായോ? ഞാൻ തന്നെക്കാൾ മുമ്പെത്തും. താനിവിടെ ഒറ്റയ്ക്ക് നിന്നോ. ഈ സീത ഇതെവിടെ പോയി? സീത, സീത, എടോ, ഡോണ്ട് ഡു ദിസ്. താൻ എന്നെ പറ്റിക്കാതെ. സീത, സീത. ഛേ, ഞാൻ അവളെ തനിച്ചാക്കരുതായിരുന്നു. സീത, സീത. സീത. ഉയിരിലെ വഴിയിൽ ഉണരുമെൻ തിരിയായി ജന്മവീണയിലെ കമാം സ്വരമന്ത്രണം നീയേ. എടോ, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലടോ. സീത, സീത, കണ്ണു തുറക്ക് സീത. ഓ ഗോഡ്. സീത, ഐ ആം സോറി, ബട്ട് എനിക്കിതിപ്പോ ചെയ്തേ പറ്റൂ. ഐ ആം സോറി സീത.